IPLിൻ്റെ മെഗാലേലം പൂർത്തിയായതോടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിൻ്റെ ആരാധകർ അല്പം ആശങ്കയിലാണ്. കാരണം അടുത്ത സീസണിൽ ടീമിനെ ആര് നയിക്കുമെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. മുൻ താരവും ഇന്ത്യയുടെ സ്റ്റാർ ബാറ്ററുമായ KL രാഹുലിനെ RCB ലേലത്തിൽ തിരികെ വാങ്ങുമെന്നും നായക സ്ഥാനം നൽകുമെന്നായിരുന്നു നേരത്തെയുള്ള സൂചനകൾ. എന്നാൽ രാഹുലിനെ ലേലത്തിൽ സ്വന്തമാക്കാൻ RCBക്കായില്ല. ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത് എന്നിവരും ക്യാപ്റ്റൻ റോളിലേക്ക് മറ്റു ഓപ്ഷനുകളായിരുന്നെങ്കിലും അവരെയും വാങ്ങാൻ അവർക്ക് സാധിച്ചില്ല. ഇതോടെ ആരാവും പുതിയ RCB ക്യാപ്റ്റൻ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അവരുടെ നായക സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള 3 കളിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൃണാൽ പാണ്ഡെ. ഇന്ത്യയുടെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ കൃണാൽ പാണ്ഡെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് നായകസ്ഥാനം ലഭിക്കാനായിട്ടുള്ള ഒരു താരം. ഇത്തവണത്തെ ലേലത്തിൽ RCB സ്വന്തമാക്കിയ താരങ്ങളിലൊരാളാണ് അദ്ദേഹം. കഴിഞ്ഞ 3 സീസണുകളിലും ലക്നൗ സൂപ്പർ ജയൻസിനൊപ്പമായിരുന്നു കൃണാൽ. അതിനു മുമ്പ് ദീർഘകാലം മുംബൈ ഇന്ത്യൻസിനൊപ്പം താരം കളിച്ചു. 2023 IPLിൻ്റെ പകുതി വെച്ച് പരിക്ക് കാരണം ക്യാപ്റ്റൻ KL രാഹുൽ പിന്മാറിയതോടെ സീസണിലെ ശേഷിച്ച മത്സരങ്ങളിൽ ലക്നൌവിനെ നയിച്ചത് കൃണാലായിരുന്നു. ഇത് RCBയിലും അദ്ദേഹത്തിന് നായകസ്ഥാനം ലഭിക്കാൻ കാരണമായേക്കും. വിരാട് കോഹ്ലി. ഇതിഹാസ ബാറ്ററും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിൻ്റെ അടുത്ത നായകനായി വരാനിടയുള്ള മറ്റൊരാൾ. ദീർഘകാലം RCBയെ നയിച്ച അദ്ദേഹം 2021 സീസണിന് ശേഷമാണ് ക്യാപ്റ്റൻസി രാജിവെച്ചത്. തുടർന്ന് ലേലത്തിൽ സൗത്ത് ആഫ്രിക്കയുടെ വെറ്ററൻ ബാറ്ററായ ഹാബ് ഡു പ്ലസിയെ RCB ലേലത്തിൽ ടീമിലെത്തിക്കുകയും പുതിയ നായകനായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. കഴിഞ്ഞ സീസൺ വരെ അദ്ദേഹമാണ് ടീമിനെ നയിച്ചത്. സീസണിന് ശേഷം ഡുപ്ലസിയെ RCB കൈവിടുകയും ചെയ്തു. എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി RCBയെ നയിക്കാൻ കോഹ്ലി തയ്യാറാകുമോ എന്ന് കണ്ടറിയാം. അദ്ദേഹം നോ പറഞ്ഞാൽ കൃണാലിനാവും ക്യാപ്റ്റനായി നറുക്ക് വീണേക്കുക. ഭുവനേശ്വർ കുമാർ. ഇന്ത്യയുടെ പരിചയസമ്പന്നനായ ഫാസ്റ്റ് ബൗളർ ഭുവനേശ്വർ കുമാറാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റനായി മാറിയേക്കാവുന്ന മൂന്നാമത്തെയാൾ. കൃണാൽ പാണ്ഡ്യയ്ക്കൊപ്പം ഇത്തവണത്തെ ലേലത്തിലാണ് അദ്ദേഹം RCBയുടെ കൂടാരത്തിലെത്തിയത്. ദീർഘകാലം സൺറൈസേഴ്സ് ഹൈദരാബാദിനായി കളിച്ച ശേഷമാണ് പുതിയ ടീമിലേക്കുള്ള ഭൂവിയുടെ കൂടുമാറ്റം. നേരത്തെ SRHനെ ചില മത്സരങ്ങളിൽ നയിക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. പലപ്പോഴും സ്ഥിരം ക്യാപ്റ്റന്മാരുടെ അഭാവമാണ് ഭൂവിക്ക് ഇതിന് അവസരമൊരുക്കിയത്. വളരെ കൂളായി ടീമിനെ നയിക്കാനും ഭൂവിക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ RCBയുടെ ക്യാപ്റ്റനായി ഭൂവി വരാനുള്ള സാധ്യതയും പൂർണ്ണമായി തള്ളിക്കളയാനാകില്ല.